എക്സാമിന് 12ഓളം മാർക്കിന്റെ ചോദ്യമാണ് കെമിക്കൽ റിയാക്ഷൻസ് അല്ലേ. നമുക്ക് 5 റിയാക്ഷൻസ് ഹാൻഡിൽ ചെയ്യാം. ആദ്യത്തെ ചോദ്യമാണ് CH ട്രിപ്പിൾ ബോണ്ട് CH ലേക്ക് ഹൈഡ്രജനെ ആഡ് ചെയ്യുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ് നിക്കൽ. ഇത് ഏത് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണ്? നിക്കൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് അഡിഷൻ റിയാക്ഷൻ. ഇവിടെ ഹൈഡ്രജനെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് 2H2 ആയതുകൊണ്ട് ഇതിന്റെ പ്രൊഡക്റ്റ് നമുക്ക് എന്താ വരുന്നത്? CH3 സിംഗിൾ ബോണ്ട് CH3 എന്നാണ് കേട്ടോ. നമ്മൾ ആൽക്കെയിൻ ആക്കി മാറ്റുന്നു. ഇനി അടുത്തത് CH2 Cl2 plus Cl2 ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റിലാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. സൺലൈറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഏത് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണ്? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ആദേശ രാസപ്രവർത്തനമാണ്. ഒരു ഹൈഡ്രജന്റെ സ്ഥാനത്ത് ക്ലോറിൻ വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്? CHCl3 plus HCl എന്ന് ലഭിക്കുന്നു. മൂന്നാമത്തെ റിയാക്ഷൻ നോക്കിക്കേ, NCH2 ഡബിൾ ബോണ്ട് CH2, അതായത് പോളിമറൈസേഷൻ റിയാക്ഷൻ ഓഫ് ഈത്തീൻ ആണ്. പ്രൊഡക്റ്റ് നമുക്ക് എന്താ കിട്ടുന്നത്? പോളിത്തീൻ ആണ് കിട്ടുന്നത് അല്ലേ. പോളിത്തീന്റെ സ്ട്രക്ചർ നമ്മൾ എങ്ങനെ എഴുതുക? CH2 സിംഗിൾ ബോണ്ട് CH2, നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് വരയ്ക്കുന്നു, ബോണ്ട് മാർക്ക് ചെയ്യുന്നു, താഴെ N എഴുതാൻ മറക്കരുത്. പോളിമറൈസേഷൻ റിയാക്ഷനിൽ N എന്ന് പറയുന്നത് ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യമാണ് CH4 plus dash gives CO2 plus dash. ഇവിടെ എന്തായിരിക്കും? പ്രൊഡക്റ്റ് സൈഡിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആണല്ലേ. ഏതൊരു ഹൈഡ്രോ കാർബൺ ബോൺ ചെയ്യുകയാണ് ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ, നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാണ്. അത് ഏത് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണ്? ജ്വലനമാണ്, കമ്പസ്റ്റൻ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം CH4 plus O2 gives CO2 plus H2O എന്ന് നമുക്ക് എഴുതാൻ സാധിക്കുന്നു. ദ ലാസ്റ്റ് വൺ എന്താണ്? ഏതോ ഒരു റിയാക്ടറിന്റെ കൂടെ ഹൈഡ്രജൻ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ CH3 സിംഗിൾ ബോണ്ട് CH3 നമുക്ക് കിട്ടുന്നു. ഏതാണെന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.